എൻ്റെ സഹോദരങ്ങളെ, രക്ഷാകര കർമ്മത്തിൽ സഹരക്ഷകയായ പരിശുദ്ധ അമ്മയെക്കുറിച്ച് നാം പഠിക്കുമ്പോൾ രക്ഷാകര പദ്ധതിയിൽ സഹരക്ഷകനായി തീർന്ന മറ്റൊരു വ്യക്തിത്വമുണ്ട് യേശുവിൻ്റെ രക്ഷാകര ചരിത്രത്തിൽ. അതാണ് നീതിമാനായ വിശുദ്ധ ജോസഫ്. യൗസേപ്പിതാവ് എന്ന് പറഞ്ഞ് നാം വിളിക്കുന്ന, പിതാവായ ദൈവത്തിൻ്റെ സ്ഥാനം ഭൂമിയിൽ അലങ്കരിക്കാൻ പിതാവ് അനുവദിച്ചു വിട്ട ഒരു സൃഷ്ടിയാണ് വിശുദ്ധ യൗസേപ്പിതാവ്. യൗസേപ്പിതാവിനെ കുറിച്ച് പറയുക എന്ന് വെച്ചാൽ സ്വർഗത്തെക്കുറിച്ച് പറയുക എന്നായിരിക്കാം നാം ചിന്തിക്കേണ്ടത്. കാരണം യൗസേപ്പിതാവിൻ്റെ കയ്യിലാണ് സ്വർഗത്തിൻ്റെ ഉടമ ഇരിക്കുന്നത്. യൗസേപ്പിതാവാണ് ഈ സ്വർഗത്തിൻ്റെ ഉടമയെ 15 വർഷം നോക്കി പരിപാലിച്ചത്. വിശുദ്ധ യൗസേപ്പിതാവിനെ കുറിച്ച് വിശുദ്ധ മത്തായിയും വിശുദ്ധ ലൂക്കായും മാത്രമേ പറയുന്നുള്ളൂ. മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 18-ാമത്തെ തിരുവചനത്തിൽ അവൻ്റെ മാതാവായ മറിയവും ജോസഫും തമ്മിലുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കെ അപ്പോഴാണ് ഗബ്രിയേൽ ദൈവദൂതൻ വന്ന് മനുഷ്യാവതാര വാർത്ത, മംഗളവാർത്ത അറിയിക്കുന്നത്. ഈ തിരുവചനത്തിലാണ് നമുക്ക് ജോസഫിനെ കുറിച്ച് ഒരു വാക്ക് വിശുദ്ധ ഗ്രന്ഥത്തിൽ വരുന്നത്. രണ്ടാമത് മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 19-ാം തിരുവചനത്തിൽ പറയുന്നുണ്ട്, അവളുടെ ഭർത്താവ് ജോസഫ് നീതിമാനാകയാലും അവളെ അപമാനിക്കാൻ ഇഷ്ടപ്പെടായികയാലും രഹസ്യമായിട്ട് പരിശുദ്ധ അമ്മയെ ഉപേക്ഷിക്കാൻ തീരുമാനിക്കുന്ന വിശുദ്ധ യൗസേപ്പിതാവ്. എന്തുമാത്രം നീതിമാനായതുകൊണ്ടാണ് വിശുദ്ധ യൗസേപ്പിതാവ് ഇങ്ങനെയൊരു തീരുമാനമെടുക്കുന്നത് എന്ന് ആ പാരമ്പര്യത്തിൽ, ആ കാലഘട്ടത്തിലേക്ക് ഒന്ന് എത്തി നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. വിവാഹം കഴിക്കുന്നതിന് മുൻപ് ഒരു സ്ത്രീ ഗർഭിണിയായാൽ കല്ലെറിഞ്ഞ് കൊല്ലുവാനുള്ള നിയമമാണ് അവിടെ. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ നിർമ്മലതയെക്കുറിച്ച് ബോധ്യമുള്ള വിശുദ്ധ യൗസേപ്പിതാവ്, എന്നാൽ ഈ ഗർഭത്തിന് ഉത്തരവാദി ആരാണെന്ന് വിശുദ്ധ യൗസേപ്പിന് ആ നിമിഷം വെളിപ്പെട്ട് കിട്ടിയിട്ടുമില്ല. ആ ഇരിക്കുന്ന അവസ്ഥയിൽ ഒരു ഗർഭിണിയോട് കാണിക്കേണ്ട, ഒരു സ്ത്രീയോട് കാണിക്കേണ്ട ഏറ്റവും വലിയ നീതി, അതിൻ്റെ ഉന്നത ശൃംഖത്തിലാണ് വിശുദ്ധ യൗസേപ്പിതാവ്. അതുകൊണ്ടാണ് അദ്ദേഹം ആരും അറിയാതെ, അപമാനിപ്പിക്കാൻ ഇടവരുത്താതെ കന്യകാമറിയത്തെ ഉപേക്ഷിക്കാമെന്ന് തീരുമാനിക്കുന്നത്. ആ സമയത്താണ് മാലാഖ സ്വപ്നത്തിൽ വന്ന് പറയുന്നത്, ദാവീദിന്റെ പുത്രനായ ജോസഫ് മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ നീ ശങ്കിക്കേണ്ട. ദൈവത്തിൻ്റെ ഓർഡറാണത്. വിശുദ്ധ യൗസേപ്പിതാവ് എപ്പോഴെല്ലാം പണി ചെയ്ത് ക്ഷീണിച്ച് ഉറങ്ങിയിട്ടുണ്ടോ അപ്പോഴെല്ലാം സ്വപ്നം കണ്ടിട്ടുണ്ട്. യൗസേപ്പിതാവിൻ്റെ ഒരു വലിയ ഗുണമാണ്, വലിയൊരു കൃപയാണ് നന്നായി ഉറങ്ങുക എന്ന്. സമാധാനമുള്ള മനുഷ്യർക്ക് നന്നായി ഉറങ്ങുവാൻ സാധിക്കും. ദൈവത്തോടു കൂടി ഉറങ്ങുന്നവരെ മാലാഖമാരെ സ്വപ്നം കാണാറുള്ളൂ. ഈ സ്വപ്നത്തിൽ കടന്നു വന്ന മാലാഖ എന്ത് പറഞ്ഞാലും അത് ദൈവമാണ് പറഞ്ഞയച്ചത് എന്ന ആഴമുള്ള വിശ്വാസത്തിൻ്റെ പിതാവായി നാം കരുതുന്ന വിശുദ്ധ യൗസേപ്പിതാവ് വലിയ വിശ്വാസം മൂലം പറഞ്ഞ കാര്യങ്ങൾ ഉടനടി എതിരായി ഒന്നും പറയാതെ അനുസരിക്കുന്നതാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ നാം യൗസേപ്പിതാവിനെ കുറിച്ച് കാണുക. മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 24-ാം തിരുവചനത്തിൽ ജോസഫ് നിദ്ര വിട്ട് കർത്താവിൻ്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചു എന്നാണ് പറയുക. അവൻ തൻ്റെ ഭാര്യയെ സ്വീകരിച്ചു. പിന്നെ വേറൊരു കണ്ടീഷനും വേറൊരു ചിന്തയും യൗസേപ്പിതാവിന് വന്നിട്ടില്ല. പിതാവായ ദൈവത്തിൻ്റെ പക്കൽ നിന്ന് ഒരു ദൂതൻ വന്ന് പറഞ്ഞു, ശങ്കിക്കേണ്ട, ഭാര്യയായി സ്വീകരിച്ചോളൂ. യൗസേപ്പിതാവ് അത് അങ്ങനെ തന്നെ സ്വീകരിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം 13-ാം തിരുവചനത്തിൽ അവർ പോയി കഴിഞ്ഞപ്പോൾ കർത്താവിൻ്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് ജോസഫിനോട് പറഞ്ഞു, എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും കൂട്ടി ഈജിപ്തിലേക്ക് പലായനം ചെയ്യുക. കർത്താവ് ജോസഫിനോട് ഇടയ്ക്കിടെ കുറേ കാര്യങ്ങൾ വന്ന് പറയുന്നുണ്ട് മാലാഖമാർ വഴി. എന്നാൽ ഈ ജോസഫ് എന്ന വ്യക്തിത്വം അതിന് ഒരു മറുപടിയും കൊടുക്കുന്നില്ല, ഒരു ക്വസ്റ്റ്യനും ചോദിക്കുന്നില്ല. പക്ഷേ ചെയ്യാൻ പറഞ്ഞ കാര്യം അതുപോലെ അപ്പോൾ തന്നെ അവൻ ചെയ്യുന്നതായിട്ടാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ നമുക്ക് കാണുന്നത്. മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം 19-ാം തിരുവചനത്തിൽ വീണ്ടും കർത്താവിൻ്റെ ദൂതൻ യൗസേപ്പിതാവിന് പ്രത്യക്ഷപ്പെട്ട് പറയുന്നുണ്ട്, ഇസ്രായേലിലേക്ക് മടങ്ങുക, കാരണം ശിശുവിനെ കൊല്ലുവാനിരുന്നവർ മരിച്ചുപോയി എന്ന്. അതുപോലെ തന്നെ യൗസേപ്പിതാവ് ചെയ്യുന്നു. ബൈബിളിൽ ഇങ്ങനെയൊരു വ്യക്തിത്വം വേറെയില്ല എന്ന് തന്നെ പറയാം. ദൈവത്തിന് പ്രിയപ്പെട്ടവനാണ്, ദൈവം ധാരാളം സംസാരിക്കുന്നവനുമാണ്.
എന്നാൽ തിരിച്ച് ദൈവത്തോട് ഒന്നും പറയാനില്ലാത്തവനാണ്. പറയുന്നത് മുഴുവൻ അനുസരിക്കുക എന്നത് മാത്രമാണ് ഔസേപ്പിതാവിൻ്റെ ജീവിതശൈലി. പിതാവായ ദൈവത്തിൻ്റെ സ്ഥാനം ഈ ഭൂമിയിൽ വഹിക്കാൻ പിതാവ് തെരഞ്ഞെടുത്തിട്ടുള്ള ഒരു സൃഷ്ടിയാണ് വിശുദ്ധ ജോസഫ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ 2-ാം അധ്യായം 4-ാം തിരുവചനത്തിൽ ജോസഫിനെ കുറിച്ച് ഇങ്ങനെ പറയുന്നുണ്ട്: ജോസഫ് ദാവീദിന്റെ കുടുംബത്തിലും വംശത്തിലും പെട്ടവനാകയാൽ നസറത്തിൽ നിന്നും ബെത്ലഹേമിലേക്ക് പോയി. ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 48-ാം തിരുവചനത്തിലും പറയുന്നുണ്ട്: നിന്റെ പിതാവും ഞാനും ഉത്കണ്ഠയോടെ നിന്നെ അന്വേഷിക്കുകയായിരുന്നു. ജോസഫ് ദാവീദിന്റെ കുടുംബത്തിലും ഗോത്രത്തിലും പെട്ടവനാണ്. ഈ നീതിമാനായ ജോസഫിന്റെ ഒരേയൊരു വികാരം വിശുദ്ധ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുന്നത് നിന്റെ പിതാവും ഞാനും ഉത്കണ്ഠയോടെ നിന്നെ അന്വേഷിക്കുകയായിരുന്നു. വിശുദ്ധ ജോസഫ് ഔസേപ്പിതാവ് ഉത്കണ്ഠപ്പെട്ട ഒരു നിമിഷമാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ നമുക്ക് കാണുക. വേറെ ഒരു വികാരങ്ങളും ഔസേപ്പിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. ഔസേപ്പ് ഉത്കണ്ഠപ്പെട്ടു പോയി. എപ്പോഴാണെന്നോ ദൈവം തൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ. പരിശുദ്ധനായ ദൈവത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ ഒരു വലിയ ഉത്കണ്ഠയാണ്. എൻ്റെ സഹോദരങ്ങൾ, ഈ ലോക ജീവിതത്തിൽ എന്തൊക്കെ നഷ്ടപ്പെട്ടാലും ഉത്കണ്ഠപ്പെടേണ്ട എന്നും ദൈവം നഷ്ടപ്പെട്ടാൽ മാത്രം ഉത്കണ്ഠപ്പെട്ടാൽ മതിയെന്നുമാണ് വിശുദ്ധ ഔസേപ്പ് നമ്മളോട് പറയുന്നത്. എന്നാൽ ഇന്നേ ലോകത്തിൽ വേറെ ഏത് നഷ്ടപ്പെട്ടാലും നാം ഉത്കണ്ഠപ്പെടും. ദൈവം നഷ്ടപ്പെട്ടാൽ മാത്രം ഉത്കണ്ഠപ്പെടാറില്ല എന്നതാണ് സത്യം. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 55-ാമത്തെ തിരുവചനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്: ഔസേപ്പിതാവിനെ തരം താഴ്ത്തിയിട്ട്, ഇവൻ ആ തച്ചൻ്റെ മകനല്ലേ, മറിയമല്ലേ ഇവൻ്റെ അമ്മ. വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ തൊഴിലിനെ തരം താഴ്ത്തി സംസാരിച്ചുകൊണ്ട്, എങ്കിലും എളിമയുടെ മൂർധന്യത്തിൽ നിൽക്കുന്ന വിശുദ്ധ ഔസേപ്പിതാവ്. വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ മരണത്തെക്കുറിച്ച് വിശുദ്ധ ഗ്രന്ഥം പരാമർശിക്കുന്നില്ല. പഴയ നിയമത്തിലെ ജോസഫിൻ്റെ പ്രതീകമാണ് പുതിയ നിയമത്തിലെ ഔസേപ്പിതാവ് എന്നാണ് പറയുക. ഉൽപ്പത്തിയുടെ പുസ്തകം 41-ാം അധ്യായം 55-ാം തിരുവചനത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്: ഫറവോ ഈജിപ്തിലെ രാജാവ് ജോസഫിന്റെ പക്കലേക്ക് പോകുവിൻ, അവന്റെ കയ്യിലാണ് ധാന്യവും സ്വർണവും എല്ലാം സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. അടിമത്തത്തിന്റെ നാടായ ഈജിപ്ത് ജോസഫിന്റെ അധീനതയിലാക്കിയ ദൈവം. പണ്ടത്തെ ആ കഥ നമുക്കറിയാം. തിന്മ ചെയ്തിട്ടും നന്മയാക്കി രൂപം പ്രാപിപ്പിച്ച ദൈവമാണത്. സഹോദരന്മാർ കിണറ്റിൽ തള്ളിയിട്ട് പിന്നീട് ഈജിപ്തിലേക്ക് നാടുകടത്തപ്പെട്ട ജോസഫ് പിന്നീട് സഹോദരന്മാർക്ക് തുണയാവുകയും ഒരു നാടിന് മുഴുവൻ തുണയാവുകയും ചെയ്തു. ഈജിപ്തിൻ്റെ അധികാരിയായിട്ട് മാറി. ദൈവം ചെയ്യുന്ന വലിയ അത്ഭുതമാണ് തിന്മയിൽ നിന്ന് നന്മ ഉളവാക്കുന്ന ദൈവം. സഹോദരങ്ങൾ ചെയ്ത തെറ്റിനെ ക്ഷമിച്ചതുകൊണ്ട് കർത്താവ് അത്യത്ഭുതകരമായിട്ടുള്ള കൃപകൾ വാരിക്കോരി കൊടുത്ത പഴയ നിയമത്തിലെ ജോസഫ്. ആ ജോസഫിന്റെ പ്രതീകമാണ് പുതിയ നിയമത്തിലെ ഔസേപ്പിതാവ്. പാപത്തിന്റെ അടിമത്തത്തിൽ കഴിയുന്ന ലോകത്തെ വിശുദ്ധ ഔസേപ്പിന്റെ കരങ്ങളിലാണ് കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്നത്. ലോകത്തെ രക്ഷിക്കാനുള്ളവനെ ഔസേപ്പിതാവിന്റെ കയ്യിലാണ് വളർത്താൻ കർത്താവ് കൊടുത്തത്. എത്രമാത്രം വിശ്വസ്തനും യോഗ്യനും നീതിമാനുമാണ് അദ്ദേഹം പിതാവിന്റെ കണ്ണിൽ. അതുകൊണ്ടാണല്ലോ ഒരു ദൈവത്തെ സൂക്ഷിക്കാനായിട്ട് ഏൽപ്പിച്ചു കൊടുത്തത്. ജോസഫിനെ കുറിച്ച് മരിയ വാൾത്തോർത്തയുടെ ദേവമനുഷ്യന്റെ സ്നേഹഗീത എന്ന് പറയുന്ന വെളിപ്പെടുത്തലിൽ ബുക്ക് നമ്പർ 1 പേജ് 114 ഇങ്ങനെയാണ് പറയുന്നത്: മറിയത്തിന്റെ കന്യാത്വം എന്ന രഹസ്യത്തെ മാനുഷികമായ അറിവ് കൊണ്ടല്ല, സ്വാഭാവികമായ ജ്ഞാനത്താലാണ് ജോസഫ് കണ്ടത്. വീണ്ടും പറയുന്നുണ്ട്: പർദീസായുടെ കാവൽക്കാരനായ ആഗ്നേയ ദൂതനായ മുഖ്യദൂതനെ പോലെയാണ് വിശുദ്ധ ഔസേപ്പിതാവ്. ഔസേപ്പിതാവിൻ്റെയും കന്യകാമാതാവിൻ്റെയും വിവാഹം മരിയ വാൾത്തോർത്ത അതിമനോഹരമായി വിവരിക്കുന്നുണ്ട്. വിവാഹ സമയത്ത് സ്വയംവരത്തിന്റെ മാതൃകയിലാണ് അന്നത്തെ വിവാഹങ്ങൾ. കന്യകാമാതാവ് 14 വയസ്സുള്ളപ്പോൾ വിവാഹത്തിനായി ജെറൂസലേം ദേവാലയത്തിൽ അടിമ പോലെ സമർപ്പണം ചെയ്തിരുന്ന ഈ കന്യകാമാതാവിനെ യഹൂദ പാരമ്പര്യത്തിൽ വിവാഹം കഴിക്കാതെ പെൺകുട്ടികൾ നിൽക്കാറില്ല. അതുകൊണ്ട് വിവാഹം കഴിപ്പിക്കും. വിവാഹത്തിന് അറിയിപ്പ് ഇടുന്നുണ്ട്. ഇങ്ങനെ ദാവീദിന്റെ ഗോത്രത്തിൽപ്പെട്ട ആളായിരിക്കണം വിവാഹം കഴിക്കാനായിട്ട്, ഇവിടെ ഒരു കന്യകയുണ്ട് എന്ന് പറഞ്ഞ് വിവാഹത്തിന്
50ഓളം ആളുകൾ വന്നിരുന്നു എന്നാണ് മരിയ വാൾത്തോർത്തയ്ക്ക് ദർശനത്തിൽ കാണിച്ചു കൊടുക്കുന്നത്. ഔസേപ്പിതാവിന് 30 വയസ്സ് പ്രായമാണെന്ന്. 14 വയസ്സ് മുതൽ ഔസേപ്പിതാവ് ജോലി ചെയ്തു തുടങ്ങി എന്നാണ് പറയുക. ചിലപ്പോൾ അതിനേക്കാൾ മുൻപും ജോലി ചെയ്തു തുടങ്ങിയിട്ടുണ്ടാകാം. ദേവാലയത്തിൽ വെച്ച് ഉണങ്ങിയ കമ്പ് പുഷ്പിച്ചതിനാൽ മേരിയുടെ വരനായിട്ട് തിരഞ്ഞെടുക്കുകയാണ്. അന്ന് അങ്ങനെയാണ് ഒരു പതിവ്. വധൂവരന്മാരെ വിവാഹത്തിനായിട്ട് ഒന്നിച്ചു കൂടുമ്പോൾ വരന്മാരുടെ കയ്യിൽ ഒരു ഉണങ്ങിയ കമ്പുണ്ടായിരിക്കും. ഈ കമ്പ് പുരോഹിതൻ എല്ലാവരുടെയും പേരെഴുതിയ ഈ കമ്പ് കൊണ്ടുപോയി അതിവിശുദ്ധ സ്ഥലത്ത് വെച്ച് പ്രാർത്ഥിച്ച് പിന്നീട് ദൈവത്തിൽ നിന്ന് നേരിട്ട് വെളിപാട് കിട്ടും. അപ്പോഴാണ് ഈ പ്രഖ്യാപനം നടത്തുക. ഈ ഉണങ്ങിയ കമ്പുകളെല്ലാം ഈ യുവാക്കളുടെയും അവിടെ കൂടി വന്ന എല്ലാവരുടെയും ഉണങ്ങിയ കമ്പുകൾ എടുത്ത് പുരോഹിതൻ പ്രാർത്ഥിച്ച് പിന്നീട് തമ്പുരാന്റെ വലിയ അത്ഭുതകരമായിട്ടുള്ള ഇടപെടൽ മൂലം ജോസഫിന്റെ കമ്പ് പുഷ്പിച്ചിരിക്കുന്നത് കണ്ടു. ദാവീദിന്റെ ഗോത്രത്തിൽപ്പെട്ട ജോസഫ്. അങ്ങനെ പുരോഹിതൻ വിളിച്ചു പറയുകയാണ്, ജോസഫാണ് മേരിയുടെ വരനായിട്ട് തിരഞ്ഞെടുത്തതെന്ന്. മേരിയുടെ പിതാവ് യോവാക്കിമിന്റെ സ്നേഹിതനായ അൽഫേയൂസ് വിശുദ്ധ ഔസേപ്പിതാവിന്റെ സഹോദരനാണ്. അദ്ദേഹത്തിന്റെ മകൻ ജെയിംസ് ആണ് മേരിയുടെ അമ്മ അന്ന അവർക്ക് കുഞ്ഞുമക്കളില്ലാതിരുന്ന കാലത്ത് ലാളിക്കുക, കൊഞ്ചിക്കുക. ആ കുഞ്ഞിന് 3 വയസ്സുള്ളപ്പോഴാണ് മേരിയെ അന്ന പ്രസവിക്കുന്നത്. അപ്പോൾ ജെയിംസിന് 18 വയസ്സും മേരിക്ക് 15 വയസ്സും ഇപ്പോൾ പ്രായം. അന്ന മേരിക്ക് വേണ്ടി തൊട്ടിൽ പണിയാൻ ഏൽപ്പിച്ചത് ജോസഫിനെയാണെന്നാണ് മരിയ വാൾത്തോർത്തയുടെ പുസ്തകത്തിൽ നാം കാണുക. അന്ന മാതാവ് ഇങ്ങനെ പറയുന്നുണ്ട്, എൻ്റെ കുഞ്ഞുമകൾക്ക്, എൻ്റെ കുഞ്ഞുണ്ണിക്ക് കിടന്നുറങ്ങാൻ റോസാ പുഷ്പങ്ങൾ കൊത്തിയുണ്ടാക്കിയ ഒരു തൊട്ടിൽ തന്നെ വേണം. അങ്ങനെ ഔസേപ്പിതാവ് അങ്ങനെ ഒരു തൊട്ടി ഉണ്ടാക്കി കൊടുത്തു എന്നാണ് പറയുന്നത്. അതുപോലെ മേരിയുടെ വീട് മേരിയെ 3 വയസ്സിൽ ദേവാലയത്തിൽ സമർപ്പിച്ചപ്പോൾ പിന്നീട് യോവാക്കിം അന്ന ഒറ്റപ്പെട്ട് യോവാക്കിമിന്റെ ചികിത്സയ്ക്ക് മേരിയുടെ വീട് കുറെ വിറ്റ് റോമാക്കാർക്ക് വഴിവെട്ടിയപ്പോൾ 3 മുറികളും എടുത്തുപോയി. അങ്ങനെ ബാക്കിയുള്ള വൃക്ഷങ്ങൾ അവിടെ കിടന്ന് ആ വീട് അനാഥമായി കിടക്കുന്ന സമയത്താണ് ഈ വിവാഹം നിശ്ചയം നടക്കുന്നത്. അപ്പോൾ കന്യകാമാതാവും വിശുദ്ധ ഔസേപ്പിതാവും തമ്മിൽ സംസാരിക്കുന്ന സമയത്ത് വിശുദ്ധ ഔസേപ്പിതാവ് കൊടുക്കുന്ന വിവരങ്ങളാണ് മേരിക്ക് ഇതെല്ലാം. അങ്ങനെ ഔസേപ്പിതാവ് വാഗ്ദാനം ചെയ്യുന്നുണ്ട്, ഇനി നിന്റെ പറമ്പും വീടും ഞാൻ നോക്കിക്കൊള്ളാമെന്ന്. അതുമാത്രമല്ല വിശുദ്ധ ഔസേപ്പിതാവ് ഇങ്ങനെയാണ് പറയുക, മേരിയുടെ വിവാഹത്തിന് വേണ്ടി വന്നപ്പോൾ മേരിയുടെ തോട്ടത്തിൽ നിന്നും ബദാവൃക്ഷത്തിന്റെ ഒരു കമ്പാണത്രേ ഉണങ്ങിയ കമ്പ് എടുത്തുകൊണ്ട് പോയത്. ഇങ്ങനെ ജോസഫ് വളരെ വലിയ ത്യാഗത്തോടു കൂടി മേരിക്ക് വേണ്ടി ഇനി വീടും പറമ്പും നോക്കാം എന്ന് പറഞ്ഞ് അവർ സംസാരിക്കുന്നത് മരിയ വാൾത്തോർത്ത രേഖപ്പെടുത്തുന്നുണ്ട്. വ്രതത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ അവൻ വിശുദ്ധനായ ഒരു ചെറുപ്പക്കാരനാണ് എന്നാണ് ഫനുവേലിന്റെ പുത്രി അന്ന പറയുന്നത്. ജോസഫ് പറഞ്ഞു, ഞാൻ നിന്റെ പാദത്തിൽ സമർപ്പിക്കുന്ന നിധി എൻ്റെ വിരക്തിയാണെന്ന്, സമ്പൂർണ്ണ വിരക്തി. വിശുദ്ധ ഔസേപ്പിതാവിനും പരീക്ഷണങ്ങളിൽ കൂടെ കടന്നു പോകേണ്ടി വന്നിട്ടുണ്ട്. നമുക്കറിയാം, ഏതൊരു വിശുദ്ധരും സുഖത്തിന്റെ നടുവിൽ ഇരുന്നു കൊണ്ടല്ല വിശുദ്ധ പദവി നേടിയെടുത്തിട്ടുള്ളത്. എല്ലാ വിശുദ്ധരും കടന്നു പോയിട്ടുള്ളൊരവസ്ഥയാണ് പരീക്ഷണങ്ങളുടെ ഒരു കാലഘട്ടം. അതുപോലെ തന്നെ ദൈവത്തിന്റെ അപ്പനായ വിശുദ്ധ ഔസേപ്പിതാവിനും പരീക്ഷണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സംശയത്തിന്റെ ശീൽക്കാരം ആഞ്ഞു പതിപ്പിച്ചപ്പോൾ ഒരു മനുഷ്യൻ എന്ന നിലയിലും ദൈവത്തിന്റെ ദാസൻ എന്ന നിലയിലും ഒരു മനുഷ്യന് സഹിച്ചിട്ടില്ലാത്ത അത്രയും വിശുദ്ധ ഔസേപ്പിതാവ് സഹിച്ചു എന്നാണ് പറയുക. യേശു മരിയ വാൾത്തോർത്തയോട് ഇങ്ങനെയാണ് പറഞ്ഞു വെക്കുന്നത്, സഹരക്ഷകരുടെ കൂട്ടത്തിൽ എൻ്റെ ജോസഫ് ഇല്ല എന്നാണോ നീ കരുതുന്നത്? എന്നിട്ട് പറഞ്ഞു, അവനാണ് മകളെ ഒന്നാമതുള്ള സഹരക്ഷകൻ, എൻ്റെ ജോസഫ്. കാരണം ദൈവസന്നിധിയിൽ വലിയവനാണ് അവൻ, നീതിമാനാണ് അവൻ, വിശ്വാസിയാണ് അവൻ. എന്താണ് കാരണമായി യേശു പറഞ്ഞത്? യേശു പറയുകയാണ്, എൻ്റെ ഒരു അത്ഭുതവും കാണാതെ ഞാൻ ദൈവമാണെന്ന് വിശ്വസിച്ചവനാണ് അവൻ. 15 വർഷം അവൻ്റെ കൂടെ താമസിച്ചിട്ടും ഒരിക്കൽ പോലും ഒരടയാളം വേണമെന്ന് ഔസേപ്പിതാവ് പറഞ്ഞിട്ടില്ല. എന്നാൽ ഈ കാലഘട്ടത്തിൽ ഭക്തരായിട്ടുള്ള എല്ലാ ക്രിസ്ത്യാനികൾക്കും എല്ലാ ദൈവമക്കൾക്കും പ്രാർത്ഥിച്ചത് ഉടനെ തന്നെ നേടണം. ജീവിതത്തിൽ കുരിശുകൾ വരുമ്പോൾ അത് മാറണേ എന്നാണ് പ്രാർത്ഥന. പുൽക്കൂട്ടിൽ
ഉണ്ണി കിടക്കുമ്പോഴും കാലിത്തൊഴുത്തിൽ ഭാര്യയെയും കൊണ്ട് നിൽക്കുമ്പോഴും കഷ്ടപ്പെട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴും ഒരിക്കൽ പോലും ഔസേപ്പിതാവ് സംശയിച്ചിട്ടില്ല, ഇവൻ ദൈവമാണോ. അവൻ വിശ്വസിച്ചിരുന്നു ഇവൻ ദൈവമാണ് എന്ന്. ഇടയ്ക്കിടയ്ക്ക് ഔസേപ്പിതാവ് നാം ചോദിക്കുന്നത് പോലെ ചോദിച്ചിട്ടില്ല, ഒരു അടയാളം തരുമോ എന്ന്. ഔസേപ്പിതാവിന് ഒരു അടയാളവും വേണ്ട, ഒരു അത്ഭുതവും കാണിക്കണ്ട. ദുഃഖത്തിൻ്റെ നടുവിൽ, സഹനങ്ങളുടെ നടുവിൽ, മാനസിക വ്യതകളുടെ നടുവിൽ ഇതെല്ലാം ദൈവിക പദ്ധതിയാണെന്ന് വിശ്വസിച്ചവനാണ് വിശുദ്ധ ഔസേപ്പിതാവ്. ദൈവികമായ രഹസ്യങ്ങൾ ഗ്രഹിക്കാനുള്ള ജ്ഞാനം ലഭിച്ചിട്ടുണ്ട് ഔസേപ്പിതാവിന്. ഔസേപ്പിതാവിൻ്റെ സഹനത്തിലെ ആദ്യത്തെ സഹനം അത് രക്ഷാകര സഹനത്തിൻ്റെ ആദ്യത്തേതാണ് എന്നാണ് പറയുക. മറിയം ഗർഭിണിയാണെന്നറിഞ്ഞ് അത് ജോസഫിനെ അതിൻ്റെ രഹസ്യം അറിയിക്കുന്നത് വരെ വിശുദ്ധ ഔസേപ്പിതാവ് മനസ്സിൽ കൊണ്ടു നടന്ന വലിയ സഹനമാണ് രക്ഷാകര സഹനത്തിൻ്റെ ആദ്യത്തെ പടി. വിശുദ്ധ ഔസേപ്പിതാവ് എലിസബത്തിൻ്റെ അടുത്ത് കന്യകാമേരിയെ കൊണ്ടാക്കുകയാണ്. 3 മാസത്തിന് ശേഷമാണ് കന്യകാമേരിയെ തിരിച്ചു കൊണ്ടുവരുന്നത്. കാരണം ഫർണിച്ചർ സാധനങ്ങളെല്ലാം പണി കഴിപ്പിച്ച് അന്ന് ജെറുസലേമിൽ കൊണ്ടാണ് വ്യാപാരം ചെയ്യുക, ബിസിനസ് ചെയ്യുക. അതിനായിട്ട് പോകുന്ന സമയത്ത് കന്യകാമേരിയെ കൂടി കൂട്ടി. കാരണം കന്യകാമേരി പറഞ്ഞു, എനിക്ക് ഇളമയുടെ വീട്ടിൽ പോകണം. മേരിക്ക് ദൈവികമായ വെളിപാട് കിട്ടിയിട്ടുണ്ടല്ലോ, എലിസബത്ത് 6 മാസം ഗർഭിണിയാണെന്ന്. പ്രസവ ശുശ്രൂഷയ്ക്ക് വേണ്ടിയാണ് മാതാവ് പോകുന്നത്. എന്നാൽ ഈ കാര്യങ്ങളൊന്നും തന്നെ ഔസേപ്പിതാവിനോട് നേരിട്ട് പറഞ്ഞിട്ടുമില്ല. ഔസേപ്പിതാവ് ഇളയമ്മയുടെ വീട്ടിൽ മേരിയെ കൊണ്ടാക്കി തിരിച്ചു വരുമ്പോൾ, 3 മാസം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ, കഴുതപ്പുറത്ത് മേരി കയറുന്ന സമയത്താണ് ഔസേപ്പിതാവിന് മനസ്സിലാകുന്നത് കന്യകാമേരി ഗർഭിണിയാണ്. അന്ന് മുതൽ ഔസേപ്പിതാവ് ചിന്തിക്കുകയാണ്, എങ്ങനെയാണ് ഇതിൻ്റെ ഉത്ഭവം, എന്താണ് സംഭവിച്ചത്, എന്ത് ചെയ്യുമെന്ന്. ഈ 3 ദിവസം ഒരു വലിയ സഹനത്തിൻ്റെ സമയമാണെന്നാണ് പറയുക. പിന്നീടാണ് ഔസേപ്പിതാവിന് ഗബ്രിയേൽ മാലാഖ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ഈ ഗർഭത്തിൻ്റെ രഹസ്യം വെളിപ്പെടുത്തി കൊടുക്കുന്നത്. വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ മരണത്തെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ, ദൈവത്തിൻ്റെ തലോടലേറ്റുകൊണ്ട് മരിച്ച ഒരു മനുഷ്യൻ, ദൈവമാതാവിൻ്റെ ചൊൽവിളി കേട്ടുകൊണ്ട് മരിച്ച ഒരു മനുഷ്യൻ. വിശുദ്ധ അമ്മ ത്രേസ്യ ഔസേപ്പിതാവിനെ കുറിച്ച് ഇങ്ങനെയാണ് പറയുക, ധ്യാനിക്കാൻ അറിയാത്തവർ വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ പക്കൽ പോകുവിൻ, അദ്ദേഹം നിങ്ങളെ പ്രാർത്ഥിക്കുവാനും ധ്യാനിക്കുവാനും പഠിപ്പിക്കും. 23-ാം യോഹന്നാൻ പാപ്പ വിശുദ്ധ ഔസേപ്പിതാവിനെ 2-ാം വത്തിക്കാൻ സുനഗോദോസിന്റെ സംരക്ഷകനായിട്ട് പ്രഖ്യാപിച്ചു. പിന്നീട് ലത്തീൻ കുർബാനയിൽ പരിശുദ്ധ കന്യകയെ അനുസ്മരിച്ചതിന് ശേഷം വിശുദ്ധ ഔസേപ്പിതാവിനെയും അനുസ്മരിക്കണമെന്ന് അന്ന് പാപ്പ പ്രഖ്യാപിച്ചു. തിരുസഭയുടെ സാർവത്രിക മധ്യസ്ഥൻ, പരിത്രാണ കർമ്മത്തിന്റെ സമുന്നത സ്ഥാനം വഹിക്കുന്നവനാണ് വിശുദ്ധ ഔസേപ്പിതാവ്. വിശുദ്ധ ഔസേപ്പിതാവിന്റെ സന്താപങ്ങൾ എന്ന് നാം കേട്ടിട്ടുണ്ട്. പ്രധാനമായും 3 സന്താപങ്ങളാണ് ഔസേപ്പിതാവിന്. കന്യകാമേരിയെ സംശയിക്കേണ്ടി വന്ന സാഹചര്യം, ഈജിപ്തിലേക്കുള്ള പലായനം, ഉണ്ണിയെ കാണാതാകുന്നത്, ഇതെല്ലാം ഔസേപ്പിതാവിന്റെ സന്താപങ്ങളാണ്. വിശുദ്ധ ഔസേപ്പിതാവ് സകല കാര്യങ്ങളുടെയും മധ്യസ്ഥനാണ്. ഓരോ വിശുദ്ധർക്കും കർത്താവ് ഓരോ കൃപകളാണ് കൊടുത്തിരിക്കുന്നത്, പ്രത്യേകമായും എടുത്തു പറയാവുന്ന ഓരോ കൃപകൾ. ഉദാഹരണത്തിന് വിശുദ്ധ അന്തോണീസിനെ നാം ഓർക്കുക, കാണാതെ പോയ കാര്യങ്ങൾ കണ്ടെത്തി കൊടുക്കുന്നവൻ, അത്ഭുത പ്രവർത്തകൻ. വിശുദ്ധ യൂദാശ്ലീഹായെ ഓർക്കുക, അസാധ്യ കാര്യങ്ങളുടെ മധ്യസ്ഥൻ. അൽഫോൻസമ്മയെ ഓർത്താൽ നാം പറയും സഹിക്കാനുള്ള ശക്തി കിട്ടും, സഹനത്തിന്റെ പുത്രി. വിശുദ്ധ എപ്രാസ്യമയെ ഓർത്താൽ നാം ഓർക്കും പ്രാർത്ഥിക്കുവാനുള്ള വരം നമുക്ക് വാങ്ങിത്തരും. അങ്ങനെ ഓരോ വിശുദ്ധർക്കും ഓരോ പ്രത്യേകമായിട്ടുള്ള കൃപകൾ നമ്മൾ മനസ്സിൽ കണ്ടിട്ടുണ്ട്, നമുക്ക് മനസ്സിലായിട്ടുണ്ട്. എന്നാൽ ഔസേപ്പിതാവിനെ കുറിച്ച് അങ്ങനെ പറയാൻ സാധിക്കുകയില്ല. കാരണം ഔസേപ്പിതാവ് എല്ലാ കാര്യങ്ങളുടെയും മധ്യസ്ഥനാണ്. കാരണം ഔസേപ്പിതാവിന് സകല വിശുദ്ധരെക്കാളും ഉയർന്ന ഒരു പദവിയുണ്ട്, ദൈവത്തിൻ്റെ അപ്പനാണ് അവൻ. ഔസേപ്പിതാവിൻ്റെ പേര് തന്നെ സുഹൃതങ്ങളുടെ ഒരു കലവറയാണ്. ജോസഫ് എന്ന് പറയുന്ന പേരിന്റെ ജെ സ്റ്റാൻഡ്സ് ഫോർ ജസ്റ്റിസ്, നീതിമാനാണ് അവൻ. ഒ സ്റ്റാൻഡ്സ് ഫോർ ഒബീഡിയൻസ്, അനുസരണയുള്ളവനാണ് അവൻ. എന്ത് പറഞ്ഞോ അത് അപ്പോൾ തന്നെ അനുസരിക്കും. എസ് സ്റ്റാൻഡ്സ് ഫോർ സൈലൻസ് എന്ന്. ഔസേപ്പിതാവ് വിശുദ്ധ ഗ്രന്ഥത്തിൽ ഒന്നും സംസാരിക്കുന്നത് നാം കേൾക്കുന്നില്ല, എന്നാലോ അവൻ്റെ കയ്യിലാണ് സ്വർഗമിരിക്കുന്നത്.
ഇ സ്റ്റാൻഡ്സ് ഫോർ എഫിഷ്യൻസി. എപ്പോഴും പണിയെടുക്കുന്നൊരു സ്വഭാവം. പണിയെടുക്കുക, പ്രാർത്ഥിക്കുക, പണിയെടുക്കുക, പ്രാർത്ഥിക്കുക. ഒരു സന്യാസിയുടെ ചട്ടക്കൂടാണത്. പി സ്റ്റാൻഡ്സ് ഫോർ പേഷ്യൻസ്. വലിയ ക്ഷമയുള്ളവൻ. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ഈ അവിഹിത ഗർഭത്തെക്കുറിച്ച് കേട്ടിട്ടും എന്ത് ചെയ്യണമെന്ന് നിരന്തരം ആലോചിച്ചു കൊണ്ടിരുന്ന വിശുദ്ധ ഔസേപ്പിതാവ്. എച്ച് സ്റ്റാൻഡ്സ് ഫോർ ഹ്യൂമിലിറ്റി. വലിയ എളിമയുള്ളവൻ. ഭാര്യയെ ശുശ്രൂഷിക്കുവാനും മകനെ ശുശ്രൂഷിക്കുവാനും മാത്രം ജീവിതം മാറ്റിവെച്ചവൻ. എൻ്റെ സഹോദരങ്ങളെ, വിശുദ്ധ ഔസേപ്പിതാവ് എന്ന് പറഞ്ഞാൽ സകല കല മധ്യസ്ഥൻ എന്ന് പറയാം. തൊഴിലാളികളുടെ മധ്യസ്ഥൻ വിശുദ്ധ ഔസേപ്പിതാവ്. കുടുംബനാഥന്മാരുടെ മധ്യസ്ഥൻ വിശുദ്ധ ഔസേപ്പിതാവ്. കുടിയേറ്റക്കാരുടെ മധ്യസ്ഥനോ ഔസേപ്പിതാവ് തന്നെ. ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകും എന്ന് പറയുമ്പോൾ എപ്പോഴും കുടിയേറി നടക്കുന്നവൻ. കന്യകകളുടെ കാവൽക്കാരൻ വിശുദ്ധ ഔസേപ്പിതാവ്. ഏറ്റവും വലിയ കന്യകയെ സൂക്ഷിച്ചവൻ. ഡൈവോഴ്സുകാരുടെ മധ്യസ്ഥനോ, ഡൈവോഴ്സിന്റെ സന്ദർഭത്തിൽ നാം വിശുദ്ധ ഔസേപ്പിതാവിനോട് പ്രാർത്ഥിച്ചു നോക്കുക, അത്ഭുതങ്ങൾ നടക്കും. കാരണം എപ്പോഴോ ഒരു നിമിഷം കന്യകയെ ഉപേക്ഷിക്കാം എന്ന് തീരുമാനിച്ചതാണ്. നീതിയോടുകൂടെ നല്ല മരണ മധ്യസ്ഥൻ. ഏറ്റവും നല്ല മരണം ഈ ലോകത്ത് ഇന്ന് വരെ ഒരാൾക്കും ഇതുപോലൊരു മരണം കിട്ടിയിട്ടില്ല. ദൈവത്തിന്റെ തലോടലേറ്റിട്ടുള്ളൊരു മരണം. അതുകൊണ്ട് മരണാസന്നർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നാം നന്മരണ മധ്യസ്ഥനായ വിശുദ്ധ ഔസേപ്പിതാവിനെയാണ് വിളിക്കുക. തിരുസഭയുടെ പാലകൻ, സാർവത്രിക സഭയുടെ മധ്യസ്ഥനാണ് വിശുദ്ധ ഔസേപ്പിതാവ്. പ്രാർത്ഥന ജീവിതത്തിന്റെ മാതൃകയാണ് വിശുദ്ധ ഔസേപ്പിതാവ്. അതുപോലെ ബ്രഹ്മചാരിയായി വളർന്ന വിശുദ്ധ ഔസേപ്പിതാവ് തൻ്റെ ബ്രഹ്മചാര്യം, തൻ്റെ കന്യാവ്രതമൊക്കെ കാത്ത് സൂക്ഷിക്കുവാനും അത് ദൈവത്തിന് കാഴ്ച കൊടുക്കുവാനും നാസിർ വ്രതം എടുത്തവൻ. ദരിദ്രരുടെ മധ്യസ്ഥൻ ഔസേപ്പിതാവല്ലാതെ പിന്നെ ആരാണ്? എപ്പോഴും ജോലി ചെയ്ത് കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ട് ജീവിതം തള്ളി നീക്കിയവൻ. ദൈവം തൻ്റെ കൂടെ ഉണ്ടായിട്ടും ദാരിദ്ര്യത്തിൽ വസിച്ചവൻ. വിശ്വാസത്തിന്റെ പിതാവാണ് വിശുദ്ധ ഔസേപ്പിതാവ്. നീതിമാന്മാരുടെ പിതാവും വിശുദ്ധ ഔസേപ്പിതാവ്. ദൈവത്തിന്റെ വളർത്തുപിതാവ് എന്ന സ്ഥാനം ഒന്നുകൊണ്ട് മാത്രം വിശുദ്ധ ഔസേപ്പിതാവ് എല്ലാ വിശുദ്ധരെക്കാളും കുറച്ചുകൂടി മേലായി എല്ലാ മാലാഖമാരിലും ഉന്നത സ്ഥാനം വഹിക്കുന്നു എന്നാണ് പറയുക. എൻ്റെ സഹോദരങ്ങളെ, വിശുദ്ധ ഗ്രന്ഥം പറയുന്ന ഈ നീതിമാൻ എന്താണ്? ഈ നീതിയുടെ അടിസ്ഥാനം സങ്കീർത്തനം 15 നമുക്ക് കാണാം. നീതി എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഗ്രന്ഥം എന്താണ് അർത്ഥമാക്കുന്നത്? കറ കൂടാതെ ജീവിക്കുന്നവൻ, നീതിയോടുകൂടെ കാര്യങ്ങൾ കാണുന്നവൻ, ഹൃദയത്തിൽ സത്യം നിരൂപിക്കുന്നവൻ, നാവ് കൊണ്ട് വഞ്ചിക്കാത്തവൻ, തിന്മ നിരൂപിക്കാത്തവൻ, അയൽക്കാരനെതിരെ ദൂഷണം പറയാത്തവൻ, ദുഷ്ടനോട് കൂട്ടില്ലാത്തവൻ, ദൈവഭക്തരെ മാനിക്കുന്നവൻ, അന്യായ പലിശ വാങ്ങാത്തവൻ. വിശ്വാസ നിക്ഷേപം കാത്തു സൂക്ഷിക്കുക എന്നതാണ് സഭയെ കർത്താവ് ഭരമേൽപ്പിച്ചിരിക്കുന്ന ദൗത്യം. നമ്മുടെ വിശ്വാസ നിക്ഷേപം കാത്തു സൂക്ഷിക്കുക, അതാണ് സഭാമക്കളുടെ ഏക ദൗത്യം. നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും അതിനെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. സെക്കൻഡ് വത്തിക്കാൻ കൗൺസിലിനെ ജോൺ 23 പാപ്പ അതുകൊണ്ടാണ് വിശ്വാസത്തിന്റെ പിതാവായ ഔസേപ്പിതാവിനെ സമർപ്പിച്ചത്. എന്താണ് വിശ്വാസം? ഹെബ്രായർക്കുള്ള ലേഖനം 11:1 നാം വായിക്കും, കാണപ്പെടാത്തവ ഉണ്ട് എന്ന ബോധ്യം, പ്രത്യാശിക്കുന്നവ ലഭിക്കും എന്ന ഉറപ്പ്. ഒരു അത്ഭുതവും കാണാതെ ഏറ്റെടുത്ത നാൾ മുതൽ കഷ്ടപ്പാടുകളും ദുഃഖങ്ങളും ദുരിതങ്ങളും സഹിക്കേണ്ടി വന്നിട്ടും കാണപ്പെടാത്ത ഒരു ദൈവത്തെ, നഗ്നനേത്രങ്ങൾ കൊണ്ട് മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു ദൈവത്തെ ആ കുഞ്ഞുണ്ണിയിൽ കണ്ട വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ വിശ്വാസം. എൻ്റെ സഹോദരങ്ങളെ, പിതാവായ ദൈവം ഓരോ കൃപകളും ഒരുമിച്ച് കൂട്ടി ഓരോ വിശുദ്ധർക്ക് കൊടുത്തിരിക്കുക. എല്ലാ സുഹൃതങ്ങളും പരിശുദ്ധ അമ്മയുടെ കയ്യിൽ കൊടുത്തു വെച്ചിട്ടുണ്ട്. കാരണം അവളാണ് രണ്ടാം സ്വർഗം. ഈ പരിശുദ്ധ അമ്മയുടെ അടുത്ത് മെജുഗോറിയ സന്ദേശങ്ങളിൽ ഇങ്ങനെയാണ് പറയുക. മാർച്ച് മാസത്തിൽ പരിശുദ്ധ അമ്മയുടെ അടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ ഒരു ദിവസം അമ്മ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു അത്രേ, എൻ്റെ കയ്യിൽ പിതാവ് തന്ന സുഹൃതങ്ങളൊക്കെ ഞാൻ ഔസേപ്പിൻ്റെ കയ്യിൽ കൊടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് ഔസേപ്പിൻ്റെ പക്കൽ പോകുവിൻ, അപ്പോൾ ഔസേപ്പ് നിങ്ങൾക്ക് കൃപകളൊക്കെ ഭാഗിച്ചു തരുമെന്നാണ് പറയുന്നത്. അങ്ങനെ തന്നെയാണല്ലോ പഴയ നിയമത്തിലും ഫറവോ പറഞ്ഞത്, ഔസേപ്പിൻ്റെ പക്കൽ പോകുവിൻ, ജോസഫിൻ്റെ കയ്യിൽ എല്ലാതും ഉണ്ട്. വിദേശത്ത് ജോലി ചെയ്യുന്ന മക്കൾ അവരുടെ ദശാംശം വീട്ടിലെ അമ്മയെയോ അപ്പനെയോ എല്ലാം ഏൽപ്പിക്കും. കാരണം അവർക്ക് ദൈവത്തിന് കുറച്ച് വിഹിതം കൊടുക്കണമെന്നുണ്ട്. അത് നേരിട്ട് അവർക്ക് കൊടുക്കാൻ പറ്റില്ല ആ സാഹചര്യത്തിൽ. അവരപ്പോൾ അവരുടെ അമ്മയെയും അപ്പനെയും ഏൽപ്പിക്കും പാവങ്ങൾക്ക് കൊടുക്കാനായിട്ട്. ഈ വിദേശത്ത് ജോലി ചെയ്ത് സമ്പാദിച്ച ഈ
പണം, പാവങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ അവർ അമ്മയെയോ അപ്പനെയോ സമീപിക്കണം. അതുപോലെ തന്നെയാണ് ഔസേപ്പിനെയോ മാതാവിനെയോ നാം സമീപിക്കും പിതാവിൻ്റെ കൃപകൾ വാങ്ങാൻ. അതുപോലെ ഗവൺമെൻറ് സഹായം കൊടുക്കും. പക്ഷേ നമുക്ക് നേരിട്ട് ചെന്ന് പ്രൈം മിനിസ്റ്ററുടെ അടുത്ത് ചെന്ന് സഹായം വാങ്ങാൻ പറ്റില്ല. അത് കൊടുത്തേൽപ്പിച്ചിട്ടുള്ള ഓരോ ഓഫീസുകളുണ്ട്, ഓരോ തലവന്മാരുണ്ട്. അവരുടെ കയ്യിലേക്ക് നമ്മൾ അപേക്ഷയുമായി കടന്നു ചെല്ലും. അതുപോലെ കുടുംബജീവിതത്തിന് ആവശ്യമായ ഏതൊരു കൃപയും ഔസേപ്പിൻ്റെ കയ്യിലാണ് കൊടുത്തേൽപ്പിച്ചിരിക്കുന്നത്. കാരണം അവനാണ് കുടുംബങ്ങളുടെ മധ്യസ്ഥൻ. ഒരു കുടുംബം എങ്ങനെ കൊണ്ടുപോകണമെന്ന് ഔസേപ്പിതാവിനറിയാം. ഔസേപ്പിതാവിനോട് ചോദിച്ചാൽ മതി, പിതാവ് പറഞ്ഞു തരും. അതുകൊണ്ടാണ് അമ്മ ത്രേസ്യ പറഞ്ഞ്, നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വേറെ ഒരിടത്തും പോയിട്ട് സാധിച്ച് കിട്ടിയിട്ടില്ലെങ്കിൽ അവസാന കൈ ഔസേപ്പിൻ്റെ കയ്യിൽ പൊക്കോ, ഔസേപ്പിൻ്റെ അടുത്ത് പൊക്കോ. അവിടുത്തെ കയ്യിൽ നിന്ന് എല്ലാ കൃപകളും നമുക്ക് കിട്ടും. ഇനി കുടുംബങ്ങളുടെ ആവശ്യത്തിന് നാം ഔസേപ്പിതാവിൻ്റെ പക്കൽ പോകുന്നു. ഇനി ബ്രഹ്മചാരികൾ എവിടേക്ക് പോകും? ഔസേപ്പിൻ്റെ പക്കൽ തന്നെ പോകണം. അവനാണ് ഏറ്റവും വിശിഷ്ടമായ, ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ബ്രഹ്മചാരി. ഇനി കന്യകകൾ എവിടേക്ക് പോകും? ഏറ്റവും വലിയ കന്യകയായിട്ടുള്ള കന്യകാമറിയത്തെ സൂക്ഷിച്ചവൻ ആരാണ്? കന്യകകളുടെ കാവൽക്കാരനാണ് വിശുദ്ധ ഔസേപ്പിതാവ്. ഇനി കുഞ്ഞുമക്കളില്ലാതെ വിഷമിക്കുന്നുണ്ടോ? എവിടേക്കും പോകണ്ട. കുഞ്ഞുങ്ങളില്ലാത്തതിൻ്റെ പേരിൽ ദത്തെടുത്തതാണ്. സ്വന്തം കുഞ്ഞിനെ അല്ല വളർത്തിയത്, പിതാവായി ദൈവത്തിൻ്റെ കുഞ്ഞിനെ വളർത്തിയവന് അറിയാം കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് എന്താണ് കൊടുക്കേണ്ടതെന്ന്. തിരുസഭയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ആരുടെ പക്കലേക്ക് നാം പോകും? തിരുസഭയുടെ പാലകനായിട്ടുള്ള ഔസേപ്പിതാവിൻ്റെ പക്കലല്ലാതെ നമ്മൾ എവിടേക്കാണ് പോവുക? എൻ്റെ സഹോദരങ്ങളെ, വിശുദ്ധ ഔസേപ്പിതാവ് എപ്പോഴും ജോലി ചെയ്യുന്നവനാണ്, നന്നായി ഉറങ്ങുന്നവനാണ്, എപ്പോഴും സ്വപ്നം കാണും. കാണുന്നത് മാലാഖമാരെയാണെന്ന് മാത്രം. ദൈവം എന്തു പറഞ്ഞാലും അനുസരിക്കും. ദൈവത്തിനോട് തിരിച്ച് ക്വസ്റ്റ്യൻ ചെയ്യാറില്ല. ഔസേപ്പിതാവിൻ്റെ ഈ സുഹൃതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പകർത്താം. ഔസേപ്പിതാവിനെ കുറിച്ചൊരു കഥയുണ്ട്. സ്വർഗത്തിൽ ഔസേപ്പിതാവും മേരിയും ഈശോയും പരിശുദ്ധ തൃത്വം, കന്യകാമാതാവ്, ഔസേപ്പിതാവ്, അങ്ങനെ സകല സ്വർഗവാസികളും അടങ്ങുന്നു സ്വർഗത്തിൽ. ഒരിക്കൽ പത്രോസ്ലീഹ സ്വർഗത്തിൻ്റെ വാതിൽ സമയമായപ്പോൾ അടച്ചുപൂട്ടി. കഥയാണ്, എങ്കിലും അതിൽ വലിയൊരു സത്യം ഒളിഞ്ഞു കിടപ്പുണ്ട്. ഔസേപ്പിതാവിന് എപ്പോഴും ജോലിയാണല്ലോ. അതുകൊണ്ട് ഔസേപ്പിതാവ് ജോലിയൊക്കെ കഴിഞ്ഞ് സാവധാനം വന്നു. സ്വർഗവാതിൽ മുട്ടിയത്രേ. അപ്പോൾ പത്രോസ്ലീഹ വന്നിട്ട് പറഞ്ഞു, സമയത്തിന് വരണ്ടേ ജോസഫെ, അതുകൊണ്ട് സ്വർഗം പൂട്ടി, ഇനി നിനക്ക് ഇങ്ങോട്ട് കയറാൻ പറ്റില്ല. അപ്പോൾ ഔസേപ്പിതാവ് പറഞ്ഞു, അങ്ങനെയല്ല, ജോലി കൂടിയത് കൊണ്ടാണ് എനിക്ക് സ്വർഗത്തിലേക്ക് കടക്കണം എന്ന്. അപ്പോൾ ഒരു കാരണവശാലും നിയമം തെറ്റിക്കുന്നത് കൊണ്ട് ഇങ്ങോട്ട് കടക്കാൻ പറ്റില്ല എന്ന് പത്രോസ്ലീഹ പറഞ്ഞു. കുറേ നേരം സ്വർഗവാതിൽ കാത്തു നിന്ന് ഔസേപ്പിതാവ് പറഞ്ഞു എന്നാണ് പറയുന്നത്, എന്നെ അങ്ങോട്ട് കയറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ എൻ്റെ ഭാര്യയും മകനും അതിൻ്റെ ഉള്ളിലുണ്ട്. എൻ്റെ ഭാര്യേനെയും കുട്ടീനെയും ഇങ്ങോട്ട് അങ്ങോട്ട് ഇറക്കി വിട്ടാൽ ഞങ്ങൾ അങ്ങോട്ട് തിരുക്കുടുംബമായിട്ട് പൊക്കോളാം. പെട്ടെന്ന് പത്രോസ്ലീഹ, ശരി, നിൻ്റെ ഭാര്യയെയും കുട്ടിയെയും എന്ന് പറഞ്ഞപ്പോഴാണ് സ്വർഗത്തിൻ്റെ കാവൽക്കാരന് മനസ്സിലായത്, ഭാര്യയെയും കുട്ടിയെയും ഇറക്കി വിട്ടാൽ പിന്നെ സ്വർഗമുണ്ടോ? സ്വർഗമില്ല. സ്വർഗം ഔസേപ്പിതാവിൻ്റെ കയ്യിലാണിരിക്കുക. അതുകൊണ്ട് സഹോദരങ്ങളെ, ജീവിതത്തിൽ എന്തൊക്കെ ആവശ്യങ്ങളുണ്ടോ, വിശുദ്ധിയിൽ നിലനിൽക്കാൻ സാധിക്കുന്നില്ലേ, ഔസേപ്പിതാവിനെ കൂട്ടുപിടിച്ചാൽ മതി. വിശുദ്ധ ഔസേപ്പിതാവ് നമ്മെ സ്വർഗത്തിലേക്ക് നയിക്കും. കാരണം ഒന്നാം സ്വർഗമായ തൃത്വം അവൻ്റെ കയ്യിലാണ് വളർന്നത്. രണ്ടാം സ്വർഗമായ പരിശുദ്ധ കന്യകാമറിയത്തെ അവനാണ് സംരക്ഷിച്ചത്. അതുകൊണ്ട് നമുക്ക് മൂന്നാം സ്വർഗമായ വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ പക്കലേക്ക് നമ്മെ തന്നെ കാഴ്ചവെക്കാം. വിശുദ്ധ ഔസേപ്പിതാവ് നമ്മെ ഓരോരുത്തരെയും ദൈവത്തിൻ്റെ പക്കലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ.